ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ കർശന വ്യവസ്ഥകൾ പ്രയാസമുണ്ടാക്കുന്നുണ്ടെന്നും ഇതിൽ ഭേദഗതി വരുത്തണമെന്നുമാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആറളം പുനരധിവാസ മേഖലയിൽ നബാർഡ് ധനസഹായത്തോടെ നടത്തിയ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വന്യജീവി ആക്രമണം തടയുന്നതിനും ജനജീവിതം സംരക്ഷിക്കുന്നതിനും സംസ്ഥാന സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നേരിടുന്നതിനുള്ള പ്രധാന തടസ്സം കേന്ദ്ര നിയമങ്ങളാണ്. വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലുക, മയക്കുവെടിവെക്കുക, കൂട് വെച്ച് പിടിക്കുക, പ്രത്യേകം പാർപ്പിക്കുക എന്നീ നടപടികൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിലെ കർശന വ്യവസ്ഥകൾ പാലിക്കണം. ഈ സാഹചര്യത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ പോലും ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ട്. ഇതിനാൽ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. വന്യജീവികളെയും പരിസ്ഥിതിയെയും മനുഷ്യജീവിതത്തെയും സംരക്ഷിക്കുന്ന ഫലപ്രദമായ നിയമവ്യവസ്ഥകളാണ് വേണ്ടത്. അത്തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ കഴിയില്ല എന്ന നിലപാടാണ് കേന്ദ്രത്തിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഭൂരഹിതരായ പട്ടികവർഗക്കാരുടെ പുനരധിവാസത്തിനായി 2004 സംസ്ഥാന സർക്കാർ ആറളം ഫാം ഏറ്റെടുത്തത്. പട്ടികവർഗ വികസന വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് 42,09,00,000 രൂപ വിലയായി നൽകിയാണ് കേരള സർക്കാർ ആറളം ഫാം വാങ്ങിയത്. ഇതിൽ 4059.96 ഏക്കർ ഭൂമിയാണ് പുനരധിവാസത്തിനായി നീക്കിവെച്ചത്. 3498.24 ഏക്കർ ഭൂമി ഫാമായി തന്നെ നിലനിർത്തിയിരുന്നു. ആറളം ഫാമിംഗ് കോർപ്പറേഷൻ കേരള ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് ആ ഭൂമിയിൽ കൃഷി നടത്തുന്നുണ്ട്. ഇതുവരെ ആറളം ഫാമിൽ 3375 കുടുംബങ്ങൾക്ക് 3236 ഏക്കർ ഭൂമിയാണ് പുനരധിവാസത്തിനായി നൽകിയത്. ഉപകുടുംബങ്ങൾ ഉൾപ്പെടെ 1843 കുടുംബങ്ങളാണ് ഇവിടെ ഇപ്പോൾ സ്ഥിരമായി താമസിച്ചു വരുന്നത്. 2068 ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണത്തിന് ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 1786 പേർ ഭവന നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആറളം പുനരധിവാസ മേഖലയിൽ 2018 നബാർഡ് RIDF 22 സ്കീമിൽ ഉൾക്കൊള്ളിച്ച ആറളം സമഗ്ര വികസന പദ്ധതി അനുവദിച്ചത്. അതിൽ ഉൾപ്പെട്ട 28 പ്രവൃത്തികളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. നബാർഡ് RIDF സ്കീമിൽ അനുവദിച്ച 38.2 കോടി രൂപ ചെലവഴിച്ചാണ് ആറളം മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത്. പാൽ സൊസൈറ്റി, കൃഷിഭവൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ആയുർവേദ ഡിസ്പെൻസറി, വെറ്റിനറി ഡിസ്പെൻസറി, ഹയർ സെക്കൻഡറി സ്കൂൾ, ബോയ്സ് ഹോസ്റ്റൽ, ഹോമിയോ ക്വാർട്ടേഴ്സ്, LP സ്കൂൾ ടീച്ചേഴ്സ് ക്വാർട്ടേഴ്സ് എന്നിവയും 2 പ്രൈമറി സ്കൂൾ കെട്ടിടങ്ങൾ, 3 അംഗൻവാടികൾ, 5 കമ്മ്യൂണിറ്റി ഹാൾ ബ്ലോക്കുകൾ, 3 സപ്ലൈകോ ബ്ലോക്കുകൾ, 2.3 കിലോമീറ്റർ നീളത്തിലും 3 മീറ്റർ ഉയരത്തിലുമുള്ള ആന പ്രതിരോധ റെയിൽ ഫെൻസിംഗ്, 2 പാലങ്ങൾ, 3 റോഡുകൾ എന്നിവയാണ് നിർമ്മിച്ചത്. കിറ്റ്കോയാണ് നിർവഹണ ഏജൻസി. പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഓൺലൈനായി അധ്യക്ഷത വഹിച്ചു. വളയംചാലിൽ നടന്ന ചടങ്ങിൽ സണ്ണി ജോസഫ് MLA മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, സബ് കളക്ടർ സന്ദീപ് കുമാർ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ, പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP രാജേഷ്, ആന്റണി സെബാസ്റ്റ്യൻ, PP വേണുഗോപാലൻ, ITDP പ്രൊജക്ട് ഓഫീസർ G. പ്രമോദ്, പട്ടികവർഗ ഉപദേശക സമിതി അംഗം PK സുരേഷ് ബാബു, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V. ശോഭ, ആറളം ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ദിനേശൻ തുടങ്ങിയവർ പങ്കെടുത്തു.